18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടന ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. പ്രോട്ടം സ്പീക്കർ പാനലിനോട് സഹകരിക്കാതിരുന്ന ഇന്ത്യ സഖ്യം മുദ്രാവാക്യം വിളികളോടെയാണ് പാർലമെന്റിൽ എത്തിയത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷം ഡബിൾ സ്ട്രോങ്ങോ? പാർലമെന്റ് കൂടുതൽ ജനാധിപത്യപരമാകുമോ? ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമോ? സസ്പെൻഷൻ രാജ് അവസാനിക്കുമോ? ഈ ചർച്ചയിൽ എംപിമാർ കോൺഗ്രസിൽ നിന്ന് ലോക്സഭാംഗം ശ്രീ എം കെ രാഘവൻ, CPM-ൽ നിന്ന് രാജ്യസഭാംഗം ശ്രീ A റഹീം എന്നിവർ, BJP പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ നാരായണൻ നമ്പൂതിരി, ഭരണഘടനയുടെ ഈ കോപ്പിക്ക് റെക്കോർഡ് വിൽപ്പനയായിരിക്കും എന്ന് തോന്നുന്നു. ഇലക്ഷന്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിച്ചതാണ്. ഇന്നിപ്പോൾ പാർലമെന്റിൽ ഏതാണ്ട് പ്രതിപക്ഷ എംപിമാരെല്ലാം ഈ പോക്കറ്റ് എഡിഷൻ ഉയർത്തിക്കാണിക്കുന്നു. നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ഭരണഘടനയുടെ പ്രതികൾ ഉയർത്തിക്കാട്ടപ്പെടുന്നു. പല എംപിമാരും സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഭരണഘടനയുടെ ഈ പകർപ്പ് കൂടെ കൊണ്ടുപോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഭരണഘടനയുമായുള്ള പോരാട്ടത്തിൽ BJP വിയർക്കുമോ? അല്ല അഭിലാഷേ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ കോൺഗ്രസ് പാർട്ടി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരാ, കയ്യിൽ ഭരണഘടനയൊന്ന് വായിച്ചു നോക്കുകയും കൂടെ വേണം. വല്ലപ്പോഴും കോൺഗ്രസ് പാർട്ടി തന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും വേണം. കാരണം 1951 മെയ് മാസത്തിൽ ഭരണഘടനയിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആദ്യമായി അമെൻമെൻ്റ് കൊണ്ടുവന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി. എത്ര വട്ടം ഈ ഭരണഘടന ലംഘനം നടത്തി. ഇതാ റഹീമിൻ്റെ പാർട്ടിയുടെ നേതാവ് സഖാവ് നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യത്തെ കേരളത്തിലെ മന്ത്രിസഭയുണ്ടല്ലോ, അത് പിരിച്ചുവിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. സേലം ജയിലിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഞങ്ങളെ രാഷ്ട്രീയ തടവുകാരാക്കി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് നടത്തിയ സമരം 1950-ൽ, ആ സമരത്തിനെതിരെ സമരക്കാർക്കെതിരെ വെടിവെച്ചത് അന്നത്തെ മദ്രാസ് ഭരണകൂടം. ആ വെടിവയ്പ്പിനെക്കുറിച്ച് ലേഖന പരമ്പരകൾ എഴുതിയ മുംബൈയിലെ നമ്മുടെ റോമില താപ്പറിൻ്റെ സഹോദരൻ്റെ പത്രം ദി ക്രോസ് റോഡ്, ആ ക്രോസ് റോഡ് നിരോധിച്ചത് കോൺഗ്രസ്. ഓർഗനൈസർ പത്രം RSSൻ്റെ നിരോധിച്ചത് ആദ്യം 50-ൽ നിരോധിച്ചത് കോൺഗ്രസ്. അപ്പോൾ അതേ കോൺഗ്രസ്സുകാർ ഭരണഘടനയെ അംഗീകരിച്ച് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച് ഏറെ താമസിയാതെ ആദ്യത്തെ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19-ൽ ഭേദഗതി കൊണ്ടുവന്ന ഭരണഘടനയ്ക്ക് 100-ലധികം ഭേദഗതികളുണ്ടല്ലോ. ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് കാര്യമല്ലല്ലോ. അതുകൊണ്ട് നല്ലതാണ്. അത് ഇപ്പോ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാവുന്നതാണ്. വെടിവെക്കുന്നതോ അല്ല, ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഭരണഘടനയ്ക്ക് ഭേദഗതികൾ പാടില്ല എന്നില്ലല്ലോ. ഭരണഘടനയ്ക്ക് 100-ലധികം ഭേദഗതികൾ വന്നിട്ടുണ്ട്. എല്ലാ സർക്കാരുകളും ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ ഉണ്ട്. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ് അക്കാര്യങ്ങൾ. ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പോലും ഇല്ല എന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഡോക്ട്രിൻ, അങ്ങനെ ഒരു ഡോക്ട്രിൻ പോലും ഇല്ല എന്ന നിലപാട് 75-ൽ ശ്രീമതി ഗാന്ധിയുടെ കോൺഗ്രസ് എടുത്തത്. അതുകൊണ്ട് അഭിലാഷനെ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട, അത് കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കണം. കാരണം അവരാണ് ഈ രാജ്യത്ത് ഭരണഘടന ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലംഘിച്ചത്. ഭരണഘടനയ്ക്ക് പുല്ലുവില കൽപ്പിക്കാത്തത്, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്തത്. റഹീം ഈ 20 കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെ സേലം ജയിലിൽ വെടിവെച്ച് കൊന്നതിന് ഇപ്പോൾ ശരിയാണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം കോൺഗ്രസിൻ്റെ കൂടെയാണല്ലോ റഹീം നിൽക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ പുറത്താക്കിയത് ശരിയാണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസുമായിട്ടാണല്ലോ സഖ്യം. ദി ക്രോസ് റോഡ് എന്ന് പറയുന്ന പത്രം നിരോധിച്ചത് ശരിയാണോ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസുമായിട്ടാണല്ലോ സഖ്യം. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ സഖ്യക്കാരോട് ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് മാത്രം കാര്യമില്ല, ഇടയ്ക്ക് അതൊന്ന് വായിക്കണം സമയം കിട്ടുമ്പോൾ. ശരി, വെറുതെ പാർലമെന്റിൽ ഇത് കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോഷോപ്പായി മാത്രം കാണിക്കണ്ട. ശരി, ഓക്കെ, അതാണ് BJPയുടെ വാദം. റഹീം, 237 പേരുണ്ട് ലോക്സഭയിൽ പ്രതിപക്ഷത്ത്. ഇപ്പോൾ രാജ്യസഭയിൽ BJDയുടെ 9 അംഗങ്ങൾ കൂടി പ്രതിപക്ഷ ബ്ലോക്കിലേക്ക് സമ്പൂർണ്ണമായി വരികയാണ്. അവർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രതിപക്ഷത്തെ കാണാൻ പോവുകയാണോ? കൂടുതൽ കോർഡിനേറ്റഡായി സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുന്ന വളരെ ശക്തമായ പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടാകുമോ ഇരുസഭകളിലും? തീർച്ചയായിട്ടും ഉണ്ടാകും. ശ്രീ നാരായണൻ നമ്പൂതിരി പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഇനിയിപ്പോൾ 57-ലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് മറക്കുമോ, സേലം പടി മറക്കുമോ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഞങ്ങളും ഒന്നും മറക്കില്ല, കാലവും ഒന്നും മറക്കില്ല.
നല്ല ചരിത്രബോധം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. കോൺഗ്രസ് ചെയ്ത അത്തരം ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരായുള്ള എല്ലാ കാര്യങ്ങൾക്കുമെതിരെ ശക്തമായി അന്നും ഇപ്പോഴും ഇനി നാളെയും ഞങ്ങളുടെ പോരാട്ടം തുടരും. പക്ഷേ നിങ്ങളും കോൺഗ്രസ് തമ്മിലുള്ള പ്രശ്നം എന്താണ്, വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടുതൽ ഷാർപ്പായി എതിർക്കുന്ന കാരണം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ അതൊരു സെക്കുലർ ഫാബ്രിക്കാണ്. ഇന്ത്യയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾസായ ജനാധിപത്യ മൂല്യങ്ങളെ, മതനിരപേക്ഷതയെ പൂർണ്ണമായി നിങ്ങൾ തകർക്കുകയാണ്. പ്ലൂറലിസമാണ്, ബഹുസ്വരതയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ആത്മാവ്. ആ ബഹുസ്വരതയ്ക്കെതിരാണ് നിങ്ങൾ പറയുന്നത് ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. അതല്ല ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അല്പമൊന്ന് വാചാലമാകാൻ ശ്രമിച്ച ശ്രീ നാരായണൻ നമ്പൂതിരിയോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഭരണഘടനയുടെ ആത്മാവായ പ്ലൂറലിസത്തിന് ഘടകവിരുദ്ധമായി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിങ്ങളുടെ സ്വപ്നമായ നിങ്ങളുടെ യാത്ര അതിലേക്കാണല്ലോ, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. അതിനെ ഈ ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് താങ്കൾ തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ശ്രീ അഭിലാഷ് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ രാജ്യസഭയിലും ഇപ്പോഴിതാ BJD കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആ വാർത്ത കാണുകയായിരുന്നു. അഭിലാഷേ, ഇതൊരു വലിയൊരു മെസ്സേജാണ്. കഴിഞ്ഞ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ പ്രത്യേകിച്ചും BJDയുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു. YSRCPയുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു. അവർ നിവർത്തികേടുകൊണ്ട് BJPക്ക് പിന്തുണ കൊടുത്ത് എന്നാൽ NDAയുടെ ഭാഗമല്ലാതെ നിന്ന രണ്ട് കക്ഷികളാണ്. നിവർത്തികേട് കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ED, CBI, മറ്റൊരുപാട് കാര്യങ്ങൾ. എന്നിരുന്നാൽ തന്നെയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യസഭയിൽ നിർണായകമായ പല ഘട്ടങ്ങളിലും ഈ രണ്ട് കൂട്ടരുടെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞ തവണ മുഖം രക്ഷിക്കാനായത്. ആ രണ്ട് പാർട്ടികൾക്ക് BJPയിൽ നിന്ന് നേരിടേണ്ടി വന്ന വിധി എന്താണ്? എന്ത് ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്? നവീൻ പട്നായിക്കിൻ്റെ BJDക്കെതിരെ ഒഡീഷയിൽ രൂക്ഷമായ കലഹമഴിച്ചു വിട്ടു. നവീൻ പട്നായിക് ഗവൺമെൻറ്റിനെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ BJDയെ തന്നെ അവിടെ അപ്രസക്തമാക്കും വിധം BJP നന്ദികേട് കാണിച്ചു. നോക്കൂ, YSRCPയോടുള്ള നന്ദികേട് എന്താണ്? YSRCPയുടെ കൈ ഉയർത്തലില്ലായിരുന്നുവെങ്കിൽ എത്രയോ സന്ദർഭങ്ങളിൽ നരേന്ദ്രമോദി തലകുനിക്കേണ്ടി വരുമായിരുന്നു ഇന്ത്യൻ രാജ്യസഭയിൽ, പാർലമെൻറ്റിൽ. നിർണായകമായ ഘട്ടങ്ങളിൽ BJP ഈ നിവർത്തിക്കേട് കൊണ്ട് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഗൺ പോയിന്റിൽ നടത്തി ED, CBI തുടങ്ങിയ ഏജൻസികളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ അപ്പോഴും അവർ കൈ ഉയർത്തി. ഇപ്പോഴെന്താണ്? അവരുടെ ബദ്ധവൈരികളായ TDPയുമായി നിങ്ങൾ സഖ്യം ചേർന്നു. YSRCPയോട് നന്ദികേട് കാണിച്ചു. TDPയുടെ അംഗബലം കൊണ്ടായിരുന്നില്ല ഇന്നലകളിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങൾ പല ഘട്ടങ്ങളും കടന്നുപോയത്. YSRCPയുടെ പിന്തുണയോടുകൂടിയായിരുന്നു. അവർ NDAയുടെ ഭാഗമല്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് ഇത് കൃത്യമായൊരു മെസ്സേജാണ്. എന്താ മെസ്സേജ്? അത് ഇന്ന് NDAയോടൊപ്പം നിൽക്കുന്ന ആളുകളില്ലേ, ഇന്ന് TDP, ഇപ്പോൾ നിതീഷ് കുമാർ, കേരളത്തിൽ പോലും വിവിധ ആളുകളുണ്ടല്ലോ. NDAയിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും രാജ്യത്താകെയും NDAയ്ക്കൊപ്പം നിൽക്കുന്ന എല്ലാ കക്ഷികൾക്കുമുള്ള ഏറ്റവും വലിയ പാഠമാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന നന്ദികേടിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് BJDയും YSRCPയും. അതിൽ BJD ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ അല്പ മിനിറ്റുകൾക്ക് മുമ്പ് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ കൂടി വരുമ്പോൾ യഥാർത്ഥ രാജ്യസഭയ്ക്കകത്ത് കൂടുതൽ ശക്തമായി ഒപ്പോസിഷൻ ബ്ലോക്കിന് മാറാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ശക്തമായി പാർലമെന്റിനകത്ത് ഞങ്ങൾക്ക് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ നാരായണൻ നമ്പൂതിരി, നോക്കൂ, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് BJPക്ക് ഒറ്റയ്ക്ക് 303 സീറ്റ് ഉണ്ടായിരുന്നു. 2014 282 സീറ്റ് ഉണ്ടായിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് മുകളിലാണ്. ഇപ്പോൾ 240 സീറ്റേ ഉള്ളൂ BJPക്ക് ഒറ്റയ്ക്ക്. NDA മുന്നണിക്ക് 300 താഴെയാണ്, 292 സീറ്റേ ഉള്ളൂ. പ്രതിപക്ഷ മുന്നണിക്ക് 237 സീറ്റുകളുണ്ട്. അതായത് പാർലമെന്റിലെ ബലാബലം മാറി മറിഞ്ഞിരിക്കുന്നു. വളരെ ശക്തമായ പ്രതിപക്ഷമാണ്. 45-ലും 52-ലും നിന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 100 അംഗങ്ങളുള്ള ഒറ്റ പാർട്ടിയാണ്. ഒരു രണ്ടാമത്തെ വലിയ പാർട്ടിക്ക് 100 അംഗം എന്ന നില കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ 10 വർഷത്തെ സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായി വളരെ ശക്തമായ പ്രതിപക്ഷ പ്രവർത്തനം നടക്കാൻ പോവുകയാണ്. മുമ്പൊക്കെ നമ്മുടെ ഇവിടുത്തെ TN പ്രതാപനും ഹൈബി ഈഡനും ഒക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുക
എന്ന സമീപനം സ്വീകരിച്ച് പാർലമെന്റ് നടത്താമായിരുന്നു. ഇനി അത് പറ്റുമോ? പ്രതിപക്ഷത്തെ മാനിച്ച് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്ന, അതായത് നമ്മൾ 90കളിലൊക്കെ കണ്ട, വാജ്പേയി സർക്കാരിന്റെ ഒക്കെ കാലത്ത് കണ്ട ഒരു തരത്തിലുള്ള ഫ്ലോർ മാനേജ്മെന്റിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യമല്ല ഇപ്പോ. അതിനു മുമ്പ് റഹീം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന നിലപാട് മാറ്റുമോ എന്ന്. BJP ഏതെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലും ഈ രാജ്യത്ത് ഒരു ഭാഷയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ വിവിധ ഭാഷ, വ്യത്യസ്ത പ്രാദേശിക ഭാഷകൾക്ക് ഇത്രയേറെ അംഗീകാരം നൽകിയ ഒരു കാലം, ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ പോലും എല്ലാ സംസ്ഥാനങ്ങളിലും ഏതെങ്കിലും ഒരു ഇംഗ്ലീഷും ആ പ്രാദേശിക ഭാഷയ്ക്കും അപ്പുറം മറ്റൊരു പ്രാദേശിക ഭാഷ കൂടി പഠിക്കണം എന്ന നിലപാട് സ്വീകരിച്ച ഭരണകൂടം എവിടെയാണ് റഹീം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോളൂ. തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വിധി എഴുതി, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു, ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിട്ടും ഇത്തരം ഒരു കള്ളപ്രചരണം. എവിടെയാണ് ഒരു ഭാഷ ആണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഭാഷ എപ്പോഴാണ് BJP സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്? ഇപ്പോൾ തമിഴ്നാട്ടിൽ DMKയുടെ പ്രചരണം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ്. DMKയുടെ നേതാക്കന്മാരുടെ സ്കൂളുകളിൽ തന്നെ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. ഒരു ഭാഷയും തമിഴ് ഭാഷയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ലോക ഭാഷയുടെ ഇടയിൽ നൽകിയത്, മലയാളം അടങ്ങുന്ന ഭാഷകൾ ക്ലാസിക് ഭാഷകളാക്കി പ്രഖ്യാപിച്ചതടക്കം ഏത് ഈ രാജ്യത്ത് ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് സർക്കാരാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത്? അത്തരമൊരു സർക്കാരിനെതിരെയാണ് നിങ്ങളൊരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ശരിയാണ്, ഞങ്ങൾ ഈ രാജ്യം ഒരു രാഷ്ട്രമാണ്, ഇവിടുത്തെ എല്ലാ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം അടങ്ങി ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തുടർക്കണ്ണികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ അങ്ങനെയല്ല, ഇത് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ്, വ്യത്യസ്ത രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. ആ വ്യത്യാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രം അതൊരു വളരെ 5000-ലേറെ വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സാംസ്കാരിക തുടർച്ചയുള്ള ഒരു രാജ്യമാണ്. അതിവിടെ ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും ആ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ്, തുടർച്ചയാണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് അത് ഇനിയെങ്കിലും അത്തരം കള്ളപ്രചരണങ്ങൾ നിർത്തണം. ഇനി പാർലമെൻറ്റിലേക്ക് വരാം. പാർലമെൻറ്റിൽ ശരിയാണ്, കഴിഞ്ഞ ഇതിനേക്കാൾ പ്രതിപക്ഷത്തിന് കൂടുതൽ സംഖ്യയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശദമായ നല്ല ചർച്ചകൾ പാർലമെൻറ്റിൽ നടക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാവും. പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടെ പ്രതിപക്ഷ ധർമ്മം നിറവേറ്റും. പാർലമെൻറ്റ് കേവലം ബഹളമുണ്ടാക്കാനുള്ള ഒരു വേദി മാത്രമല്ലാതെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാക്കി പ്രതിപക്ഷം മാറ്റും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വലിയ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല, വലിയ ആയുസ്സുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യ ദിവസം തന്നെ കോൺഗ്രസ് എടുത്ത നിലപാട് പ്രോട്ടേം സ്പീക്കറോട് സഹകരിക്കുന്നില്ല എന്നാണ്. പ്രോട്ടേം സ്പീക്കറെ 7 തവണ കണ്ടിന്യൂസ് ആയി MP ആയ ഭർത്തുഹരിയെ മെഹ്താബിനെ പ്രോട്ടേം സ്പീക്കറാക്കിയത് ശരിയായില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ അങ്ങനെ അദ്ദേഹം 8 തവണയായി. ഈ കീഴ്വഴക്കം ഒക്കെ പറയുമ്പോൾ 2004 ലോക്സഭയിലെ ഏറ്റവും സീനിയറായ അംഗം, ഏറ്റവും കൂടുതൽ കാലം MP ആയ 2 പേർ അടൽ ബിഹാരി വാജ്പേയിയും ജോർജ് ഫെർണാണ്ടസുമായിരുന്നു 2004. എന്തേ അന്ന് അടൽജിയെ വേണ്ട, അന്ന് തൊട്ട് മുമ്പത്തെ പ്രധാനമന്ത്രിയാണ്, എന്തേ ജോർജ് ഫെർണാണ്ടസിനെ പ്രോട്ടേം സ്പീക്കറാക്കാത്തത്? ഇതിനു മുമ്പ് എത്രയോ വട്ടം ഈ സീനിയോറിറ്റി നോക്കാതെ, ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അല്ലെ ഏറ്റവും കൂടുതൽ കാലം അംഗമായത് നോക്കാതെ എത്രയോ വട്ടം കോൺഗ്രസിൻ്റെ കാലത്ത് പ്രോട്ടേം സ്പീക്കർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ഭരണഘടനാ പ്രശ്നം ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ ദളിതൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ മടിച്ചത് കൊണ്ടാണെന്ന്. വേണ്ട, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കട്ടെ. കോൺഗ്രസ്സുകാർക്ക് കൊടിക്കുന്നിൽ സുരേഷിനോട് അത്രയേറെ താല്പര്യമുണ്ടെങ്കിൽ, ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവായി നിലനിർത്തട്ടെ, തീരുമാനിക്കട്ടെ. അപ്പോൾ ഈ പ്രശ്നം തീരുമല്ലോ. ഇല്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് 1998-ലും 2004-ലും പരാജയപ്പെട്ടയാളാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി അദ്ദേഹത്തിൻ്റെ MP സ്ഥാനത്തിലില്ല. കണ്ടിന്യൂറ്റി ഉള്ളത് ഭർത്തുഹരി മെഹ്താബിനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ആക്കി. അപ്പോൾ ഈ എല്ലാ വിഷയത്തിലും, ഏത് വിഷയത്തിലും അതിനെ ഒരു നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി, ഇല്ലാത്ത വിഷയം ഉണ്ട് എന്ന് കാണിക്കാനുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ
അല്ല, ശ്രീ നാരായണമൂർത്തി ഈ പ്രൊട്ടേം സ്പീക്കറിന്റെ ചുമതല കൊടുക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ പല സാങ്കേതികത്വം വേണമെങ്കിൽ പറയാം. നോക്കൂ, പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷം എടുക്കൂ, നിയമനിർമ്മാണം എങ്ങനെയാണ് നടന്നത്, ലെജിസ്ലേഷൻ എങ്ങനെയാണ് നടന്നത്? ബില്ലുകൾ ഗില്ലറ്റിൻ ചെയ്യപ്പെടുകയായിരുന്നു, മതിയായ ചർച്ച നടക്കാതെ, സഭാസമിതികൾക്ക് വിടപ്പെടാതെ അതിവേഗം പാസ്സാക്കുന്ന, ദോശ ചുടുന്നത് പോലെ നിയമങ്ങൾ പാസ്സാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുമ്പോൾ ആ MP-മാരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടും ജനാധിപത്യപരമല്ലാത്ത നിലയിലേക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ ബിസിനസ് അവേഴ്സ്, അതിന്റെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 5 വർഷം എടുത്താൽ അതിന് വലിയ ഉദാഹരണങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി അർത്ഥപൂർണമായ ജനാധിപത്യ പ്രക്രിയ, നിയമനിർമ്മാണം ഉണ്ടാകുമോ? ഇതാണ് നമ്മളെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർത്ഥപൂർണമായ ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ പ്രതിപക്ഷം സഹകരിക്കണം. പ്രതിപക്ഷം നിസ്സഹരിച്ചാൽ, പ്രതിപക്ഷം സഭ നടത്തിക്കൊണ്ടുപോകാൻ തയ്യാറാകാതെ വന്നാൽ സഭാനാഥൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് സഭ നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത്. ബില്ല് ചർച്ച ചെയ്യണമായിരുന്നു എന്ന് അഭിലാഷ് പറഞ്ഞു. ബില്ല് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ സഭയിൽ ബഹളമുണ്ടാക്കിയാൽ, എന്തിനെ കേരളത്തിലെ MLA-മാരെ പുറത്താക്കിയിട്ടുണ്ടല്ലോ. ഈ MP-മാരെയും MLA-മാരെയും സഭയിൽ നിന്ന് പുറത്താക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ആദ്യത്തെ സംഭവം തമിഴ്നാട്ടിലെ AIDMKയുടെ മുഴുവൻ MP-മാരെ പുറത്താക്കിയിട്ടില്ല. ഇത് ഇപ്പം പുറത്താക്കിയല്ലോ. ഈ സഭാ ചട്ടങ്ങളും MLA-മാരെ പുറത്താക്കുന്നതും ഒക്കെ പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം AIDMKയുടെ MP-മാരെ പുറത്താക്കിയല്ലോ, അവിടെ ആ മദ്യദുരന്തത്തിൻ്റെ പേരിൽ അവിടെ സഭയിൽ ബഹളമുണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇതെല്ലാം ഇത് ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയുടെ നിയമസഭാ സംവിധാനങ്ങളിലും ഇത് പലവട്ടം നടന്നിട്ടുണ്ട്. ആ പ്രതിപക്ഷ MP-മാരെ പുറത്താക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മുഴുവൻ BJP MLA-മാരെയും പുറത്താക്കിയിട്ടുണ്ടല്ലോ. ഈ കോൺഗ്രസും ശിവസേനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയ്ക്കുന്ന NCP-യും കൂടെ ഉൾപ്പെടുന്ന മന്ത്രിസഭ മുഴുവൻ BJP MLA-മാരെയും പുറത്താക്കിയിട്ടുണ്ടല്ലോ. എന്തേ അന്നൊന്നും ഇത് ചർച്ചയാകാത്തത്? അന്നൊന്നും ഇത്തരം കാര്യങ്ങൾ ഈ പാർലമെന്ററി ജനാധിപത്യത്തെ കൊലയ്ക്ക് കൊടുക്കുകയാണെന്നൊന്നും കേരളത്തിലെ ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പാർലമെന്ററി സംവിധാനത്തിൽ ഇത് നടന്നിട്ടുണ്ട്. അത് നടക്കാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായി ക്രിയാത്മകമായ പ്രതികരണം ഉണ്ടാകണം, ക്രിയാത്മകമായി ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത്. ശരി, നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷം വരുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കൗണ്ടർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ശ്രീ ബെഞ്ചിനുണ്ടാവും. ശരി, ഓക്കെ. ഇവിടെ ഷെയർ റഹീം, കഴിഞ്ഞ 10 വർഷം എടുത്താൽ പ്രതിപക്ഷ പ്രവർത്തനത്തിന് എണ്ണത്തിന്റെ ദൗർബല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ പ്രവർത്തനം ആകെ ദുർബലപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, പക്ഷേ എണ്ണത്തിൽ കുറവായിരുന്നു. ഇപ്പോൾ എണ്ണത്തിന്റെ കാര്യത്തിൽ വർധനയുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന് കോർഡിനേറ്റഡായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം വരികയാണോ? അപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ 237 MP-മാരുണ്ട്. അവർ ഒരു ഒറ്റ നിലപാട് സ്വീകരിക്കുന്ന, എല്ലാ വിഷയങ്ങളിലും സമാനമായ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ? വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്താണ് കാണേണ്ടത്? ഇത് ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അദ്ദേഹത്തിന് 2-3 കാരണം പ്രതികരിക്കട്ടെ. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എവിടെയാണ് ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, എന്തിനാണ് അമിത്ഷാ ലിങ്ക് ലാംഗ്വേജായി ഹിന്ദി ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഹിന്ദി ഇമ്പോസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അജണ്ടയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളത് കൂടുതൽ ചെയ്തില്ല. കാരണം എന്താണ്? സൗത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒട്ടേറെ സീറ്റുകൾ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായി നിങ്ങൾക്കറിയാമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് ഹിന്ദി ഇമ്പോസിഷൻ അടിച്ചേൽപ്പിച്ചിരുന്നുവെങ്കിൽ ആന്ധ്രയിലെ സ്ഥിതി ഇതാകുമായിരുന്നില്ല, മറ്റൊരു സ്റ്റേറ്റിൻ്റെയും കർണാടകയുടെ സ്ഥിതി ഇതാകുമായിരുന്നില്ല, തെലങ്കാനയിലെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് മാറ്റിവെച്ചത്. നിങ്ങളത് കെപ്റ്റിൻ്റെ അബയൻസ് എന്ന് പറയാം, വേണമെങ്കിലത് മാറ്റി അവിടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിനെ നിർവീര്യമാക്കിയിട്ടില്ല എന്നല്ല. അങ്ങ് പറഞ്ഞു ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രം എന്ന നിലയിൽ എല്ലാവരും ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ ഭരണഘടനയെ തള്ളിപ്പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഭരണഘടനയെ അങ്ങനെ അല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പ്ലൂറലിസമാണ്, ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ആത്മാവെന്നാണ്. നമ്മളൊക്കെ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ നാനാത്വത്തിൽ ഏകത്വമാണ്, വൈവിധ്യങ്ങളിലെ ഏകത്വമാണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഒരു വൈവിധ്യവുമില്ലെന്നും എല്ലാ സംസ്കാരങ്ങളും ഒരൊറ്റ നാരിലിങ്ങനെ ഉണ്ടായി വന്നതാണെന്നും ഒരൊറ്റ സോഴ്സിൽ നിന്നുണ്ടായി വന്നതാണെന്നും പറയുന്ന വിചിത്രമായ മറ്റൊരു സങ്കല്പമാണ്. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തത്വങ്ങൾക്കെതിരാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം.
ഇനി അദ്ദേഹം ഈ പാർലമെൻ്ററി നടപടികൾ ചർച്ചകളാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സസ്പെൻഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് കേട്ടു. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ, അദ്ദേഹം കേരള നിയമസഭയെല്ലാം ഉപമിച്ചല്ലോ. കേരള നിയമസഭ എത്ര തവണ നടക്കുന്നുണ്ട്? ഞാൻ കേരളത്തിന് തന്നെ ഉദാഹരണമായി എടുക്കാം. കേരള നിയമസഭയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രം 21-ന് ശേഷം എത്ര തവണയാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി കൊടുത്തത്? ശ്രീ നാരായണൻ നമ്പൂതിരിക്ക് പറയാമോ? 2014 മുതൽ ഈ കഴിഞ്ഞ 3 ടേമിനിടയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ? അടിയന്തര പ്രമേയത്തിന് ചർച്ച നടക്കുകയും ആ ചർച്ചക്കൊടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറുപടി പറയുകയും ചെയ്യും എന്നൊരു പ്രതീക്ഷ ഇന്ത്യൻ പാർലമെന്റിൽ എപ്പോഴെങ്കിലും വെച്ച് പുലർത്താൻ കഴിയുമോ? എത്രയോ നിർണായകമായ പ്രശ്നങ്ങൾ, മണിപ്പൂർ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമന്ത്രിയിൽ നിന്ന് ചോദിച്ചതിൻ്റെ പേരിലായിരുന്നില്ലേ ആളുകളെ സസ്പെൻഡ് ചെയ്തത്? വിലക്കയറ്റത്തിൻ്റെ പ്രശ്നത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇപ്പോൾ നീറ്റ് നെറ്റ് പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യൻ പാർലമെന്റിനകത്തെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് മൗനം വെടിയുമോ? പ്രധാനമന്ത്രിയെ എത്ര തവണ ശ്രീ നാരായണൻ നമ്പൂതിരിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ വന്നതായി കാണിക്കാൻ പറ്റും? അങ്ങൊന്ന് പറ. നിങ്ങൾ പറയുന്നു ജനാധിപത്യം, പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. എവിടെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി? പ്രധാനമന്ത്രിക്കെതിരെ ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ ബോധമുണ്ടാകാത്തത്? ശ്രീ നാരായണൻ നമ്പൂതിരി നരേന്ദ്രമോദിക്ക് ക്ലാസ് എടുക്കണം അല്പം, പാർലമെന്ററി ഡെമോക്രസിയെക്കുറിച്ച്, പാർലമെന്റിൽ പോകേണ്ടതിൻ്റെ പവിത്രതയെക്കുറിച്ച്. അങ്ങ് തയ്യാറാണോ? എങ്കിൽ അങ്ങൊന്നും ചെയ്താട്ടെ. അത് എന്തേ വരുന്നില്ല? പാർലമെന്റിൽ വരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നിട്ട് പഴി പ്രതിപക്ഷത്തിനാ? ഞങ്ങൾ ന്യായമായ കാര്യങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാണ്. അങ്ങ് പറയുകയാണ് സസ്പെൻഷൻ എല്ലാം എക്കാലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയരുത്, സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എന്താ നിങ്ങളുടെ ഇത് കൂട്ടത്തോടെ മാസീവ് സസ്പെൻഷനാണ്. അതോടൊപ്പം അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാണ്. ഏത്? ഒരു പാർലമെന്ററി സെഷൻ തീരുന്നത് വരെ, ഒരു സെഷൻ തീരുന്നത് വരെ സസ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസിയുടെ ചരിത്രത്തിലില്ല. നിങ്ങളൊരു കേസ് കാണിച്ചതാ. ഇനി ഏറ്റവും ഒടുവിൽ ഞാനുൾപ്പെടെയുള്ളവരെ, ശ്രീ ബ്രിട്ടാസ് ഉൾപ്പെടെ, കേരളത്തിൽ നിന്നുള്ള ഞങ്ങളെ എല്ലാവരെയും ശ്രീ ജോസ് കെ മാണി ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? അതിൽ ഞാനും ബ്രിട്ടാസും ഉൾപ്പെടെയുള്ള ഒരു ശ്രേണിയെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട് പുറത്താക്കിയത് എങ്ങനെയാ? അനിശ്ചിത കാലത്തേക്കാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസിയുടെ ചരിത്രത്തിൽ ഒരു കേസ് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്യുന്നു. ഇനി പോട്ടെ, ചർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമന്ത്രി വരുന്നില്ല, ചർച്ചകൾ അനുവദിക്കുന്നില്ല, ഒരുതരം ഡിബേറ്റും അനുവദിക്കുന്നില്ല. ഞങ്ങളെ എല്ലാവരെയും കൂട്ടത്തുണ്ട് ഗില്ലറ്റിൻ ചെയ്ത് പുറത്തു നിർത്തിയതിനു ശേഷം നിർണായകമായ ബില്ലുകൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്തു. ഇനി അത് നടക്കില്ല. അതിശക്തമായ പ്രതിഷേധം ഉയരും. ഇനി നിങ്ങൾക്ക് തന്നെ മുമ്പെല്ലാം എന്താണ് കഥ? നിങ്ങൾക്കിവിടെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇപ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ 2 പേരുണ്ട്. ഇനി മാത്രവുമല്ല, നിങ്ങളെ എങ്ങനെ വിശ്വസിച്ച് നിൽക്കും? ഞാൻ നാരായണൻ നമ്പൂതിരിയോട് ഉന്നയിച്ച ആ പ്രശ്നത്തിൽ നാരായണൻ നമ്പൂതിരി പ്രതികരിച്ചതേയില്ലല്ലോ. BJDയുടെയും YSRCPയോടും നിങ്ങൾ കാണിച്ച നന്ദികേടിന് നിങ്ങൾ എന്താണ് മറുപടി പറയുന്നത്? ഈ നന്ദികേട് നാളെ TDPയോട്, നിതീഷ് കുമാറിനോട് കാണിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? നിങ്ങളോടൊപ്പം നിൽക്കുന്ന ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ വിഭാഗമുണ്ടല്ലോ, അവരോട് കാണിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ YSRCPയോടും BJDയോടും കാണിച്ചത് അവസാനത്തെ പാർലമെന്ററി സമ്മേളനത്തിൽ പോലും നിർണായകമായി നിങ്ങൾ പറഞ്ഞെടുത്ത് നിന്നവരാണ് ഈ 2 പേർ. ആ പാർലമെന്റ് സമ്മേളനത്തിൽ നിന്നാണ് നേരെ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പോയിട്ട് അവരോട് നന്ദികേട് കാണിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരാളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല. നോക്കൂ, ന്യായമായ പ്രശ്നം, ഞങ്ങൾ ഉയർത്തുന്ന ന്യായമായ പ്രശ്നമാണ്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടല്ലോ. പാർലമെന്റിലേക്ക് വരുമ്പോൾ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആത്മവിശ്വാസത്തിൻ്റെ ഒരു വാക്ക് നൽകാൻ എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല? അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടല്ലോ, കണ്ടപ്പോഴും ഇത് പറഞ്ഞില്ലല്ലോ. എന്തിനാണ് അദ്ദേഹം മൗനം? അപ്പോൾ അങ്ങേറ്റം കെടുകാര്യസ്ഥതയുടെ, നിഷേധത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ ഞാൻ എന്തും ചെയ്യും, ഐ ആം ദി സ്റ്റേറ്റ് എന്നൊരു പ്രതീതിയാണ്. അത് ശരിയാണോ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്? നമ്മളെല്ലാവരും, താങ്കൾ നേരത്തെ കോൺഗ്രസിൻ്റെ കാലത്തെ ഒട്ടനവധി ജനാധിപത്യ വിരുദ്ധ പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചല്ലോ. അതൊക്കെ ജനാധിപത്യ വിരുദ്ധ പ്രവണതയാണെന്ന് താങ്കൾ പറയുമ്പോൾ ശ്രീ നരേന്ദ്രമോദി അതുക്കും മേലെയല്ലേ സർ? ഞാൻ നിസ്സാരമായി ഒടുവിലത്തെ കാര്യമാണ് കേരളത്തിലെ നീറ്റ്, ഈ നെറ്റ്, ഈ പ്രശ്നത്തിൽ രാജ്യം വല്ല ആശങ്കയിലാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. 4ലധികം പരീക്ഷകളാണ് പോസ്റ്റ്പോൺ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തത്. അവിടെ വിദ്യാർത്ഥികളോട്, അവരുടെ രക്ഷകർത്താക്കളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാക്ക് പറയണ്ടേ? ഒരു വാക്ക് എന്തേ പറയാത്തെ? എനിക്ക് പറയാൻ മനസ്സില്ല എന്നതാണല്ലേ? ആരെയാ വെല്ലുവിളിക്കുന്നത്?
അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശക്തി കേന്ദ്രമായ അയോധ്യയിലും ഫൈസാബാദിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെ നിങ്ങൾക്കേറ്റ തിരിച്ചടി, ആ തിരിച്ചടിയെ നിങ്ങൾ പാഠം പഠിക്കുന്നില്ല എന്നൊരു തെളിവാണ്. ശരി, അതാണ് ജനകീയ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകണം, ജനങ്ങളോട് ഉത്തരം പറയാൻ തയ്യാറാകണം. ശരി, അവിടെ ശ്രീ നാരായണൻ നമ്പൂതിരി ജനവിധിയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കാതലായ പ്രശ്നം. ഇവിടെ ഇപ്പോൾ നോക്കൂ, പലതരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വാജ്പേയിയുടെ കാലത്ത് NDAയിൽ TDPക്ക് സ്പീക്കർ സ്ഥാനം ഉണ്ടായിരുന്നു. GMC ബാലയോഗി ഇന്ത്യയുടെ സ്പീക്കറായിട്ടുണ്ട്. ഇത്തവണയും TDP ചോദിച്ചു, പറ്റില്ല, BJP എല്ലാം സ്വന്തമായി അടക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു, കൊടുക്കുന്നില്ല. ഇങ്ങനെ ഈ തരത്തിൽ സമഗ്രാധിപത്യം ഇപ്പോൾ നമ്പർ 240 താഴ്ന്നിട്ടും നിങ്ങൾ പുലർത്തുന്നു. ഇനി അത് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ, ഡിബേറ്റുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ആയിരിക്കുമോ ഇനി അങ്ങോട്ടും എന്നുള്ളതാണ് പ്രശ്നം. അതോ അവിടെ മര്യാദകൾക്ക് വഴങ്ങുമോ? പ്രതിപക്ഷത്തിന് 237 അംഗങ്ങളെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ജനങ്ങളുടെ പ്രതിനിധികളാണ്. പ്രതിപക്ഷത്തിന്റെ സ്വരം വേണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് അത്രയധികം MP-മാർ പാർലമെന്റിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ എല്ലാവരെയും പുറത്താക്കി ദോശ ചുടുന്നത് മാതിരി നിയമം നിർമ്മിക്കുക എന്ന കഴിഞ്ഞ തവണത്തെ അതേ കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഉയരുന്നത്. അതിനു മുമ്പ് റഹീമിനോട് ഒരു ചോദ്യം ചോദിച്ചത്, ഒന്ന്, പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ സ്ഥിരം വരണം. പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ, പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകാറുണ്ട്. ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാർ സഭ നടക്കുന്ന എല്ലാ ദിവസവും ഒരു പ്രധാനമന്ത്രിയും സഭയിൽ പൂർണ്ണമായി ഇരിക്കാറില്ല. അത് നരേന്ദ്രമോദിയും ഇരുന്നേ തീരുള്ളൂ എന്ന് റഹീമിനൊക്കെ ഉണ്ടെങ്കിൽ, എപ്പോഴും നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം കേട്ടോ, അതിനെക്കുറിച്ച്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സഭാ സമ്മേളന കാലം മുഴുവൻ സഭയിൽ വന്നിരിക്കുക, അത് പ്രധാനമന്ത്രിക്ക് മറ്റു പല തിരക്കുകളുണ്ട്, പല ജോലികളുണ്ട്. സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ പ്രസൻസ് സഭയിൽ ആവശ്യപ്പെടുമ്പോൾ എല്ലാം പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു സഭയിലെ ഒരു സെഷൻ പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല, ഒരു ചർച്ച പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. ഒന്നത്. രണ്ട്, നീറ്റ് പരീക്ഷയെക്കുറിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ സ്പെസിഫിക്കായി പത്രസമ്മേളനം നടത്തി ഇന്ത്യയിലെ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞു. അതിനാവശ്യമായ നടപടികളെടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ്, അല്ലാതെ ഇപ്പം എല്ലാം ഇപ്പോൾ ശിവൻകുട്ടിയല്ലേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ കാര്യങ്ങൾ, അതെയോ പിണറായി വിജയനാണോ? അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഒരു വകുപ്പിൻ്റെ മന്ത്രി സംസാരിക്കുമ്പോൾ ഉടനെ കയറി പ്രധാനമന്ത്രി അതിനകത്ത് പറയേണ്ട കാര്യമില്ല. അതല്ല ഞങ്ങളുടെ കീഴ്വഴക്കം. ഒരു വകുപ്പിൻ്റെ മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി കാര്യങ്ങൾ ചെയ്യും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ വകുപ്പിൻ്റെ മന്ത്രി എന്തെങ്കിലും പറയണമെങ്കിൽ മറ്റേ UPA ചെയർപേഴ്സൻ്റെ വീട്ടിലേക്ക് ഫയലുമായി പോകണമായിരുന്നു. അത് പണ്ടത്തെ കാര്യമാണ്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഓരോ മന്ത്രിമാർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായ അവകാശങ്ങളുണ്ട്. അവരതനുസരിച്ച് ആ കാര്യങ്ങൾ ഭംഗിയായി ചെയ്താൽ മതി. അതുകൊണ്ട് ഇനിയുള്ള BJDയും YSR കോൺഗ്രസിൻ്റെയാണ്. സർ, BJDയും YSR കോൺഗ്രസും BJPയുടെ ഘടകകക്ഷി ആയിരുന്നില്ല. BJDയും YSR കോൺഗ്രസും BJPയുടെ ഘടകകക്ഷി ആയിരുന്നില്ല. കഴിഞ്ഞ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJDയും BJPയുമായിട്ടാണ് അവിടെ മത്സരമുണ്ടായത്. അത് അസംബ്ലിയിൽ മത്സരമുണ്ടായത്, ലോക്സഭയിൽ മത്സരമുണ്ടായത്. 2014 BJDയും BJPയുമായിട്ട് മത്സരം. അടൽജിയുടെ കാലത്ത് BJD ഞങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നു. ഞങ്ങൾ ഈ NDAയിൽ നിന്ന് BJD സ്വയം മാറി അടൽജിയുടെ കാലത്ത് തന്നെ. അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾ തമ്മിൽ സഖ്യമുണ്ടായിട്ടില്ല. പാർലമെൻറ്റിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന BJD ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ മറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തെ പോലെ ഉത്തരവാദിത്തമില്ലാതെ ബഹളം വയ്ക്കാത്ത ഒരു ഉത്തരവാദിത്ത ബോധമുള്ള പ്രതിപക്ഷ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ അവർ നിലപാട് പറഞ്ഞിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുക. ഞങ്ങൾ BJD ആയിട്ടോ YSR കോൺഗ്രസുമായിട്ടോ ഒരു കാലത്തും സഖ്യമുണ്ടായിട്ടില്ല ഈ സമീപകാലങ്ങളിൽ. മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്തും, ഇപ്പോൾ നിങ്ങളെപ്പോലെ അല്ലല്ലോ, നിങ്ങൾ തമിഴ്നാട്ടിലും രാജസ്ഥാനിലുമൊക്കെ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുകയും ഇവിടെ കോൺഗ്രസുമായി മത്സരിക്കുകയും ചെയ്യുന്നത് പോലെ അല്ലല്ലോ റഹീമേ. ഇത് ഞങ്ങൾ സഖ്യമില്ലാതെ പരസ്പരം മത്സരിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ BJDയോട് നിങ്ങളാണ് സത്യത്തിൽ കോൺഗ്രസിനോട് നന്ദികേട് കാണിച്ചത്. പിന്നെ നന്ദികേടെന്ന് ഞാൻ പറയില്ല കേട്ടോ. 18 സീറ്റ് നിങ്ങൾ ജയിപ്പിച്ചു കൊടുത്തു, അതുകൊണ്ട് നന്ദികേടെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്നാലും രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച്, തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് പോസ്റ്റർ ഇറക്കി MPA തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കേരളത്തിലെ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്ന നടപടി ശരിയാണോ? കേരളത്തിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് ശരിയാണോ? കോൺഗ്രസുമായിട്ട് കേരളത്തിലും ഒരു സഖ്യമാകാമല്ലോ.
അപ്പൊ നന്ദികേട് ആരാ യഥാർത്ഥത്തിൽ കാണിച്ചത്? കോൺഗ്രസ് പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ കേരളത്തിൽ. അതുകൊണ്ട് ഞങ്ങളുടെ സഖ്യത്തിലുള്ള ഒരു പാർട്ടിയുമായി ഞങ്ങൾ പരസ്പരം മത്സരിച്ചിട്ടില്ല. മറിച്ച് നിങ്ങൾ ഇന്ത്യയിൽ സഖ്യമുണ്ടാക്കുകയും ഒരു മുന്നണിയുടെ ഭാഗമാകുകയും കേരളത്തിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുകയും ചെയ്തു. പരസ്പരം മത്സരിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർ പറയുന്നത് BJPയെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ പിണറായി വിജയൻ കോൺഗ്രസിനെ ആക്രമിച്ചെന്ന. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ ആഭ്യന്തര രാഷ്ട്രീയം പറയാവോ എന്റെ റഹീമേ? ശരി, ഓക്കെ. ശ്രീ MK രാഘവൻ, കഴിഞ്ഞ 10 വർഷം കണ്ടതിനേക്കാൾ ശക്തമായ, ഞാൻ വരാം, കഴിഞ്ഞ 10 വർഷം കണ്ടതിനേക്കാൾ വളരെ ശക്തമായ പാർലമെന്ററി പ്രവർത്തനം ഇനി വരുന്ന 5 വർഷം നമുക്ക് കാണാൻ സാധിക്കുമോ? ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും നല്ല നമ്പർ കിട്ടിയിട്ടുണ്ട്. 100 സീറ്റുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രതിപക്ഷ മുന്നണിക്ക് 237 സീറ്റുകളുണ്ട്. ഇന്ന് തന്നെ ആദ്യത്തെ ഈ സത്യപ്രതിജ്ഞാ ദിനം തന്നെ ഭരണഘടനയുടെ പ്രതികൾ ഉയർത്തിക്കൊണ്ട് വളരെ ശക്തമായ ഒരു നിലപാട് പ്രഖ്യാപനം കണ്ടു. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ലോകസഭയിലുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയും. പ്രതിപക്ഷത്തെ ശ്രദ്ധിക്കുന്ന രീതിയല്ല കഴിഞ്ഞ 10 വർഷം BJP ഭരണകക്ഷി നൽകി ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി അങ്ങനെ നടത്താൻ BJP കഴിയില്ല. കാരണം ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ BJP തന്നെ ഒരു കക്ഷിയെന്ന നിലക്ക് ഒറ്റക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. എന്തിനധികം പറയുന്നു, പ്രൈം മിനിസ്റ്ററുടെ ബോഡി ലാംഗ്വേജ് പോലും ഇന്ന് കണ്ടാൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഈ പഴയ ഒരു പ്രസന്നത അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള 5 വർഷം എന്ന് പറയുന്നത് പഴയതുപോലെ ഏകപക്ഷീയമായി ലോകസഭയെ ഉപയോഗിക്കാമെന്ന BJPയുടെ നിലപാട് ഇനി ഒരിക്കലും നടക്കില്ല, നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അത്രമേൽ ശക്തമാണ് പ്രതിപക്ഷം. അതുകൊണ്ട് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ന് ചേർന്ന കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തത്. ഒരു ഇഞ്ചിന് പോലും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏത് നിലപാടെടുക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചാലും ഭരണകക്ഷി ശ്രമിച്ചാലും അതിശക്തമായി എതിർക്കും. അത് പരാജയപ്പെടുത്തണം എന്നാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗത്തിൽ തീരുമാനം. ഓക്കെ, എന്തായാലും ശ്രീ MK രാഘവൻ, നമ്മളിനി പല കാര്യങ്ങൾ കാണാനിരിക്കുന്നുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഒരു ദൗർബല്യത്തിൻ്റെ സൂചന നൽകുന്നുവെന്ന്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അഗ്രസീവായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി സമ്പൂർണ്ണ പദവിയോടുകൂടി രാഹുൽ ഗാന്ധി വരുമോ? അല്ലാതെ പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ്. രാഹുൽ ഗാന്ധി സമ്മതിക്കേണ്ട വിഷയവുമാണ്. കോൺഗ്രസ്സിലെ എല്ലാ MPമാരും പാർട്ടിയും ആഗ്രഹിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഏറ്റെടുക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാം അഭ്യർത്ഥന. 237 അംഗങ്ങളുണ്ട് ഇന്ത്യ ബ്ലോക്കിന്. ആ 237 അംഗങ്ങളും ഒരേ ഫ്ലോറിൽ ഒരേ നിലപാട് സ്വീകരിച്ച് ഒറ്റ ബ്ലോക്കായി നിലകൊള്ളുക, എല്ലാ വിഷയങ്ങളിലും അതിശക്തമായി സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ? ഒരു സംശയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെല്ലാം തിരുത്തിക്കൊണ്ട് ഒരു മുന്നണി എന്ന നിലക്ക് എല്ലാ കക്ഷികളും, ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് ഓരോ ദിവസവും ലോകസഭയിലെ നിലപാടുകളെ സംബന്ധിച്ച് രാവിലെ തീരുമാനമെടുത്തതിന് ശേഷം മാത്രമായിരിക്കും സഭയിൽ വരിക. അതെല്ലാം ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പഴയതുപോലെ അല്ല, എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ സൂചന ഇന്ന് കണ്ടു കഴിഞ്ഞു. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയാൻ പോവുകയാണെന്നാണ് ശ്രീ റഹീം. ഇനി അങ്ങോട്ട് രാജ്യത്തെ സംബന്ധിച്ച് ഈ വർഷം തന്നെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അതിനുശേഷം അടുത്ത വർഷം ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ ബൂത്തിലേക്ക് പോകും. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അരങ്ങേറാൻ പോവുകയാണ് രാജ്യത്ത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഉരകല്ലായി മാറുകയും ചെയ്യും. പാർലമെന്റിലെ മികച്ച പെർഫോമൻസ്, ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം, ഇതൊക്കെ ഭാവിയിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ പോവുകയാണ്.
ആ ബോധ്യത്തോടുകൂടി വളരെ കോർഡിനേറ്റഡ് ആയ ഒരു പ്രതിപക്ഷത്തെ നമുക്ക് വരുന്ന വർഷങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. 2014 ശേഷം ഏറ്റവും വലിയ പ്രതിപക്ഷ ഐക്യനിര, അത് BJP വിരുദ്ധതയിലൂന്നിയ പ്രതിപക്ഷ ഐക്യനിര ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ ഈ രണ്ടാം നരേന്ദ്രമോദി ഗവൺമെൻറ് കാലഘട്ടത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴുണ്ടായ വലിയൊരു പ്രതിഭാസം. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം, അതിൻ്റെ ഒരു കമ്പൽഷനിലാണ് വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് BJPക്ക് NDAയുടെ യോഗം തന്നെ വിളിച്ചേർക്കേണ്ടി വന്നു. NDA കൂടാറില്ലായിരുന്നല്ലോ, ഇപ്പോൾ NDAയെ കുറിച്ചല്ല പറയുക, അന്ന് കൂടാറില്ലായിരുന്നല്ലോ. ഇനി ശ്രീ നാരായണമൂരി പ്രതിപാദിച്ച രണ്ട് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു BJDയും YSRCPയും NDAയുടെ ഭാഗമായിരുന്നില്ല. ആണെന്ന് ഞാൻ ആരോപിച്ചുമില്ലല്ലോ, അല്ല. പക്ഷേ നിങ്ങളുടെ കൂടെയില്ലാതിരുന്ന ആ രണ്ടു പേരുടെ പിന്തുണ വേണ്ടി വന്നു നിങ്ങൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് കടന്നു പോകാൻ, ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ, എത്രയോ ബില്ലുകൾ പാസ്സാക്കാൻ നിർണായകമായ ഘട്ടങ്ങളിൽ വേണ്ടി വന്നില്ലേ? അതിനോടുള്ള നന്ദി കേടാണ് നിങ്ങളുടെ താഴെ കാണിച്ചതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഒരേ സമയം പറയുന്നു ഞങ്ങളും കോൺഗ്രസും തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടുന്നു, നിങ്ങളും അവരും തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടിയിട്ടില്ല. അത് വിവിധ സന്ദർഭങ്ങളിലുണ്ടല്ലോ. പറയട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ മതിയായ പിന്തുണയും പരിഗണനയും അവർക്ക് നൽകിയിരുന്നു. അതങ്ങനെ നിങ്ങൾ ഇല്ലെന്ന് പറയരുത്. അവർ മന്ത്രിസഭയുടെ ഭാഗമല്ല. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊന്നാണ് ട്രാൻസ്പോർട്ട്, ടൂറിസം ആൻഡ് കൾച്ചർ. അതിൽ ചെയർമാൻഷിപ്പ് നിങ്ങൾ കൊടുത്തിരുന്നതാണ് രണ്ടാം മോദി സർക്കാരിൽ. YSRCPയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജയ് സായി റെഡ്ഡിക്കായിരുന്നു. അപ്പോൾ YSRCPക്ക് നിങ്ങളെന്തിനാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് കൊടുത്തത്? നിങ്ങളും അവരും തമ്മിലുള്ള ഗിവ് ആൻഡ് ടെക്ക് റിലേഷൻ തന്നെയായിരുന്നു അത്. അതൊന്നും ഇല്ലയെന്ന് പറയരുത്, കണ്ണടച്ചിരുട്ടാക്കരുത്. പക്ഷേ എന്നിട്ടോ നിങ്ങൾ അവരുടെ ബദ്ധവൈരായികളായ TDPക്ക് കൂടെ ചേർന്നു. ഇതൊക്കെ വെറും രാഷ്ട്രീയ കളി മാത്രമാണ്. ഇതേ കാര്യം ഈ TDPക്ക് നന്നായിട്ടറിയാം, ചന്ദ്രബാബു നായിഡു നന്നായിട്ടറിയാം. ഇന്ന് YSRCP ആണെങ്കിൽ നാളെ എനിക്കെതിരെ ഇത് വരുമെന്ന നല്ല ധാരണയോടുകൂടി തന്നെയാണ് നിങ്ങളെ താങ്ങി നിർത്തുന്ന ശ്രീ ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിൻ്റെ TDPയും പാർലമെൻറ്റിനുള്ളിൽ ഇരിക്കുന്നതെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിരുന്നാൽ മതി. നിതീഷ് കുമാറിന് ഇതിനേക്കാൾ നന്നായിട്ട് അറിയാം നിങ്ങളുടെ രീതി. അപ്പോൾ ഈ റിയാലിറ്റി അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, പാർലമെൻറ്റിനകത്ത് അങ്ങ് പറയുകയാണ് പ്രധാനമന്ത്രി എല്ലാ ദിവസവും പറയേണ്ട കാര്യമൊന്നുമില്ല. അതിലൊരു അഹങ്കാരത്തിൻ്റെ സ്വരം ചേർന്നിരിക്കുകയാണല്ലോ ശ്രീ നാരായണൻ നമ്പൂതിരി. അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഏതാണ് ഈ പ്രധാനപ്പെട്ട ദിവസം? ഏത് ബില്ലിൻ്റെ ചർച്ചയാണ്? പ്രധാനപ്പെട്ട ബില്ലുകളുടെ, സോക്കോൾഡ് പ്രധാനപ്പെട്ട ബില്ലുകളുടെ ചർച്ചയാണ് പ്രധാനമന്ത്രി അവിടെ ഇരുന്നത് കേട്ടിട്ടുള്ളത്. പോട്ടെ, ഇനി അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കട്ടെ. അദ്ദേഹം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നരേന്ദ്രമോദി പ്രതികരിക്കണം. ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് നിങ്ങൾ പറയുമോ? ആ മണിപ്പൂരിൻ്റെ വിഷയത്തിൽ എന്തേ പ്രതികരിക്കാത്തത്? അങ്ങ് പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു നീറ്റിൻ്റെയും നെറ്റിൻ്റെയും പ്രശ്നം, അത് പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടതില്ല ആണല്ലേ? വകുപ്പുകൾക്ക് പ്രാധാന്യമുണ്ടല്ലേ? എന്നാൽ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വിനി വൈഷ്ണവിനെ പറഞ്ഞു വിട്ടാൽ പോരെ? പുതിയൊരു ട്രെയിൻ സർവീസ്, ഒരു റൂട്ട് ട്രെയിൻ സർവീസ് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ, ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഞാൻ വരണം, പ്രധാനമന്ത്രി വരണം. ഐ ആം ദി സ്റ്റേറ്റ്. അത് വേറെ ആരും പോയാൽ പറ്റില്ല. മന്ത്രിയൊക്കെ അങ്ങ് സൈഡിൽ മാറിയിരിക്കണം, ഞാൻ തന്നെ പോകണം. എന്നിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് മന്ത്രി പറഞ്ഞോളും. അതെന്ത് രീതിയാണ്? ഇന്ത്യയിലെ എത്രയോ സർവകലാശാലകൾ, കെട്ടിടങ്ങൾ, അതിൻ്റെ വിവിധ ബ്ലോക്കുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയത് പ്രധാനമന്ത്രിയല്ലേ? പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ പ്രശ്നം വന്നാൽ അത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞോളും. അതെന്ത് രീതിയാണ് ശ്രീ നാരായണൻ നമ്പൂതിരി? മണിപ്പൂർ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടുണ്ടോ? ഈ നിമിഷം വരെ മിണ്ടിയിട്ടുണ്ടോ? കർഷക സമരം പ്രധാനമന്ത്രി മിണ്ടിയിട്ടുണ്ടോ? രാജ്യത്തെ ഈ നീറ്റ് നെറ്റ് രാജ്യത്തെ നിർണായകമായ പ്രശ്നങ്ങൾ മിണ്ടിയിട്ടുണ്ടോ? വന്നാൽ വർഗീയത പറയാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നാവുയർത്താൻ ഒരു മടിയുണ്ടായിരുന്നില്ലല്ലോ. എന്തെല്ലാണ് വിളിച്ചു പറഞ്ഞത്? അപ്പോൾ അങ്ങ് പറഞ്ഞതിന് ഒരു വിശദീകരണം കൂടി തന്നിട്ട് പോകണം. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയായിരിക്കും, പറയേണ്ടതിനെ മിണ്ടു, വാ തുറക്കേണ്ടതിനെ മിണ്ടു, അതൊക്കെ റിസർവ്ഡ് ആണ്. പക്ഷേ അതാ പറയട്ടെ, ബാക്കിയെല്ലാം മന്ത്രിമാർ ചെയ്തുകൊള്ളണം. ആ മന്ത്രിമാർ ചെയ്യേണ്ട പണി പോലും കയറിയിട്ട് കൊടിയും പിടിച്ച് പോയി എന്ന് ചെയ്യുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി എന്നത് മറന്നു പോകരുത്. ശരി, ഓക്കെ. ശ്രീ നാരായണൻ നമ്പൂതിരി, ദുർബലനായ ഒരു നരേന്ദ്രമോദിയെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ശരീരഭാഷയെ പറ്റി ഇപ്പോൾ MK രാഘവൻ MP പറഞ്ഞു. എന്ന് മാത്രമല്ല NDAയ്ക്ക് തന്നെ
പഴയതുപോലെ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള മുന്നണിയല്ല. NDA, നായിഡു, നിതീഷ് ഡിപ്പെൻഡന്റ് അലയൻസ് എന്നൊക്കെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ കൺവിൻസ് ചെയ്ത ശേഷം മാത്രമേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന സാഹചര്യമുണ്ട്. അല്ലാതെ ഒരു രാത്രി എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് അതുപോലെ തന്നെ നടപ്പായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളുടെ സ്വന്തം ദൗർബല്യങ്ങളെ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണോ? നിങ്ങൾ ഇപ്പോൾ രാഘവൻ സാറിന് പ്രധാനമന്ത്രി ദുർബലനാണ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അത് വീക്കാണ്, അത്ര ശരിയല്ല എന്നൊക്കെ പറയാൻ പറ്റും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അതിന് മറുപടി. ഇപ്പോൾ റഹീം മണിപ്പൂർ പാർലമെൻറ്റിൽ റഹീം കേൾക്കാത്തതായിരിക്കും. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ മണിപ്പൂർ വിഷയത്തിൽ അടിയന്തര പ്രമേയം കോൺഗ്രസ് അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് അവിടെ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് ബോയ്ക്കോട്ട് ചെയ്തു, വാക്കൗട്ട് നടത്തി. ഒരിക്കലുമില്ല. ഒരു അടിയന്തര പ്രമേയത്തിനും ലോക്സഭയിൽ അംഗീകാരം നൽകിയിട്ടില്ല. അങ്ങ് പറയുന്നത് വസ്തുതാപരമായ തെറ്റാണ്. ശ്രീ MK രാഘവൻ പറയട്ടെ. അംഗീകാരം ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അടിയന്തര പ്രമേയം അതിപ്പോൾ കേരളത്തിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് എത്ര എണ്ണമാണ് അംഗീകരിക്കാത്തത്, പ്രതിപക്ഷം ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നത്? കേരളത്തിലില്ലേ? കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അത് സബ് ജുഡീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയില്ലേ, അംഗീകരിക്കാതെ? അതിൻ്റെ പേര് വാക്കൗട്ട് നടത്തിയില്ലേ? അപ്പോൾ ഈ അതെല്ലാം സ്പീക്കർ ഇപ്പോൾ കേരളത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ടല്ലോ. റഹീം കേരളത്തിൽ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ വളരെ സത്യസന്ധമായി വളരെ സുതാര്യമായി പ്രതിപക്ഷം ആകെ നിങ്ങൾ അംഗീകരിച്ച ഒരു അടിയന്തര പ്രമേയം ഏതാ? പ്രതിപക്ഷത്തിൻ്റെ അടി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് പിണറായി വിജയൻ അതിന് അംഗീകാരം നടത്തി, അതിൽ ചർച്ച ചെയ്തു. എന്നിട്ട് ആ ചർച്ചയ്ക്ക് തുടർന്ന് കോൺഗ്രസ്സുകാർ ബോയ്ക്കോട്ട് ചെയ്യേണ്ടി വന്നു. അതല്ലേ ഉണ്ടായത്? ഈ കഴിഞ്ഞ 8 വർഷമായല്ലോ പിണറായി വിജയനും ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ എത്ര അടിയന്തര പ്രമേയത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഈ ജനാധിപത്യം ഞങ്ങളിടുമ്പോൾ എന്താ ബെർമൂഡ, മറ്റവരിടുമ്പോൾ വേറെ ഏതാണ്ട് എന്ന് പറയുന്ന പോലെ പറയരുത്. കേരളത്തിൽ ഈ അടിയന്തര പ്രമേയത്തിന് അംഗീകാരം നൽകാറില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ ലോക്സഭയിൽ മറുപടി നൽകിയിട്ടുണ്ട്, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി സംസാരിക്കാറില്ല. ഇതിനു മുമ്പ് ഒരു 10 വർഷം ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഒന്നും സംസാരിക്കാത്തയാൾ. ആ പ്രധാനമന്ത്രിയെ താങ്ങി നിർത്തിയത് നിങ്ങളായിരുന്നല്ലോ. ഈ അഭിലാഷ് ഒരു ചോദ്യം ചെയ്തു ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ച്. ഈ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനാണെന്നുള്ള കീഴ്വഴക്കം എന്നാ അഭിലാഷ ഉണ്ടായേ? 84 രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആർക്കാ കൊടുത്തത്? AIDMKക്ക്. AIDMK പ്രതിപക്ഷത്തായിരുന്നോ? അണ്ണാ DMK അന്ന് പ്രതിപക്ഷത്തായിരുന്നോ? അണ്ണാ DMK 84 രാജീവ് ഗാന്ധി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷത്ത് വന്നതെന്നാ? ഓഫേഴ്സ് വിഷയത്തിൽ എന്താ പറയട്ടെ, പാർലമെൻ്ററി കമ്മിറ്റി, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വയ്ക്കുമ്പോഴും AIDMKയുടെ പ്രതിനിധി ആയിരുന്നല്ലോ അന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത്. 84 അവസാനമാണോ AIDMK കോൺഗ്രസിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പോരുന്നത്? തമിഴ്നാട്ടിലെ കോൺഗ്രസ് സഖ്യം അവസാനിപ്പിക്കുന്നത് 84 അവസാനം. അപ്പോൾ ഈ പ്രതിപക്ഷത്തിനാണ് എന്ന് പറഞ്ഞാൽ ഏത് പ്രതിപക്ഷത്തിനും ഒരു ചോദ്യമുണ്ട്. ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തിനാണെന്ന് കൊടുത്തത്. അതുകൊണ്ട് ഈ കീഴ്വഴക്കങ്ങളും പാർലമെൻ്ററി പ്രൊസീജിയറും ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും, നിങ്ങളിരിക്കുമ്പോൾ അത് ആ കീഴ്വഴക്കങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്ന് പറയുന്ന സമീപനം അതെങ്ങനെയാണ് ശരിയാകുന്നത്? ശരി, ഓക്കെ. ഇന്ത്യയിൽ ഈ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിയത് കോൺഗ്രസ് പാർട്ടിയല്ലേ? ശരി, അതാണ് BJP ഉയർത്തുന്ന ചോദ്യം. ഇവിടെ ശ്രീ MK രാഘവൻ, പല ഫ്ലോർ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാവും നിശ്ചയമായും. പ്രധാനമന്ത്രി കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്ന ഒരു കാലമാണ് ഇനി എന്ന് തോന്നുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് പല കാര്യങ്ങളിലും അഭിപ്രായം പറയേണ്ടാത്ത അല്ലെങ്കിൽ പറയാൻ നിർബന്ധിതനാവാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ആയിരിക്കില്ല, പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആകും പാർലമെന്റിൽ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരുത്ത്, മറ്റൊന്നുമല്ല. മണിപ്പൂർ വിഷയത്തിൽ സഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ആകെ ഉപയോഗിച്ച 2 വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ, മണിപ്പൂർ സംഭവം ഒരു വംശീയ പ്രശ്നമാണ്, നിർഭാഗ്യകരമാണ് എന്നതിലപ്പുറത്ത് ഒരക്ഷരം മറ്റൊന്നും പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല എന്നുള്ളത് ആലോചിക്കണം. ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ സമയം ഉപയോഗിച്ചത് കോൺഗ്രസിനെ ആക്ഷേപിക്കാനും
കോൺഗ്രസിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ല, മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ ധരിച്ചു മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം വസ്തുനിഷ്ഠമായ ഒരു പ്രസംഗം നടത്തുമെന്നുള്ളതാണ്. പക്ഷെ ഒന്നും നടത്തിയില്ല അദ്ദേഹം. ജസ്റ്റ് അദ്ദേഹം വൈകായിട്ട് പറഞ്ഞു പോയതല്ലാതെ മുഴുവൻ സമയവും പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാനാണ് ഉപയോഗിച്ചത്. ഒന്ന് രണ്ടാമത്തെ കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ഇനിയുള്ള ഈ കാലഘട്ടങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. പറയാതിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെപ്പോലെ മൻമോഹൻ സിംഗിനോട് തുലനം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രധാനമന്ത്രിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഇനിയുള്ള ഏത് വിഷയമാണെങ്കിലും പ്രതിപക്ഷത്തിന് മുമ്പിൽ പ്രധാനമന്ത്രി മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും തോന്നുന്നു. അങ്ങനെ ഏത് വിഷയത്തിലും മറുപടി പറയുന്ന ഒരു പ്രധാനമന്ത്രിയായി നമുക്ക് നരേന്ദ്രമോദിയെ എത്രമാത്രം കാണാൻ കഴിയും എന്നുള്ളത് അറിയില്ല. ശ്രീ എം കെ രാഘവൻ, നമ്മൾ കഴിഞ്ഞ തവണകളിലൊക്കെ കണ്ടത്, കഴിഞ്ഞ പാർലമെൻറ്റ് കഴിഞ്ഞ 5 വർഷം കണ്ടത്, പലപ്പോഴും പ്രതിപക്ഷം വളരെ രൂക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തുന്നു. അതേസമയം തന്നെ സ്പീക്കർ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു, എം പിമാർക്ക് സസ്പെൻഷൻ കിട്ടുന്നു, ചിലപ്പോൾ അത് അനിശ്ചിതകാല സസ്പെൻഷൻ ആവുന്നു. ഇങ്ങനെയൊക്കെ പ്രതിപക്ഷത്തെ ആകെ തന്നെ പരിണിതപ്രജരായ എം പിമാരെ അടക്കം സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്ന സമീപനമൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയും സാധിക്കുമല്ലോ. അല്ല, അതിൻ്റെ അകത്തൊരു കാര്യമുള്ളൂ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിപക്ഷ നിരയിൽ ഇന്നത്തെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തോട് തുല്യമായിട്ടുള്ള ശക്തിയായി പ്രതിപക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നു. ഒരു ശക്തമായ പ്രതിപക്ഷ ഐക്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏകപക്ഷീയമായി ബില്ല് കൊണ്ടുവരികയും പാസ്സാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇനിങ്ങനെ പോകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രധാനമന്ത്രി എന്നതിൽ അദ്ദേഹം പല കാര്യങ്ങൾക്കും ഹൗസിൽ, സഭയിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ശ്രീ എ റഹീം, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു നിർണായകമായ മാറ്റം ഉണ്ടായ വർഷമാണ് കടന്നു പോകുന്നത്. നരേന്ദ്രമോദിക്കും BJPക്കും ഒരു തമ്പിങ് മജോറിറ്റി കൊടുക്കേണ്ടതില്ല, അവരെ റെസ്ട്രിക്ട് ചെയ്യണം എന്ന് ജനങ്ങൾ തീരുമാനിച്ച വർഷമാണ് കടന്നു പോകുന്നത്. അത് പ്രതിപക്ഷത്തിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. കാരണം പ്രതിപക്ഷത്തിന് വലിയ റോളുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യമായി നിലനിർത്തണമെങ്കിൽ പ്രതിപക്ഷം വലിയ റോൾ വഹിക്കേണ്ടതുണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണല്ലോ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണപക്ഷത്തെക്കാൾ കൂടുതൽ പ്രതിപക്ഷ MP-മാർ ഉണ്ടാവുന്നത്. പശ്ചിമ ബംഗാളും മഹാരാഷ്ട്രയും അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങൾ ഈ തരത്തിലുള്ള ഒരു വേർഡിക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പൂർണ്ണമായും പ്രതിപക്ഷം സജ്ജമാണോ എന്നൊരു വലിയ വിഷയമുണ്ട്. അല്ലെങ്കിൽ മമതയ്ക്ക് ഒരു നിലപാട്, അഖിലേഷിന് വേറൊരു നിലപാട്, രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു നിലപാട് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ എത്രമാത്രം ആ മാൻഡേറ്റിനോട് നീതി പുലർത്താൻ കഴിയുമെന്നുള്ളതിൽ സംശയമുണ്ട്. ഞാൻ അതിലേക്ക് വരാം, ഒരു മിനിറ്റ്. അതിനു മുമ്പ് ശ്രീ നാരായണ മനസ്സിലാക്കേണ്ടത്, ഈ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ സംസാരിച്ചത് ഏറ്റവും ഒടുവിലത്തെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം അത് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ആവർത്തിക്കുന്നില്ല. അതിന് ആ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ആകെ വരണം, അത് വസ്തുതാപരമായ പിശകാണ്. കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും അധികം അടിയന്തര പ്രമേയങ്ങളുടെ ചർച്ച അനുവദിച്ച് ദിവസം മുഴുവനീള ചർച്ച നടത്തപ്പെട്ട സമയം ഈ കഴിഞ്ഞ 2016 മുതലുള്ള പിണറായി സർക്കാരിൻ്റെ 2 ഗവൺമെൻറ് കാലത്താണ്. അത് നോക്കിയാൽ മതി. അങ്ങ് പറഞ്ഞ വസ്തുതാപരമായ പിശക് അദ്ദേഹം തന്നെ സ്വയം തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പ്രശ്നം പാർലമെൻ്ററി ഡെമോക്രസിയെ പൂർണ്ണമായി, നിങ്ങൾ ഏതെങ്കിലും മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ അങ്ങ് പറഞ്ഞു, ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ മുൻകാലങ്ങളിലുള്ള ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ്റെയോ, ഞാൻ അടിവരയിട്ട് പറയുന്നു, വാജ്പേയിയുടെ ഗവൺമെൻറ്റിനോട് പോലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അമിതാധികാര പ്രയോഗത്തെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനാകില്ല. നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായ സമീപനത്തെ താരതമ്യം ചെയ്യാനാകില്ല. അങ്ങ് മൻമോഹൻ സിംഗിനെ ഉദ്ധരിച്ചല്ലോ. ഞാൻ പറയും, നിങ്ങൾ വേണമെങ്കിൽ മൻമോഹൻ സിംഗിനോടൊന്ന് മാത്രമല്ല, വാജ്പേയിയോട് പോലും ഒരു താരതമ്യം സാധ്യമല്ല. അത്രയേറെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ, സമീപനങ്ങൾ, സസ്പെൻഷനുകൾ, ധിക്കാരപരമായ സമീപനങ്ങൾ. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? രാജ്യതലസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലടച്ചിട്ടൊക്കെയല്ലേ? ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ ജയിലിനകത്തിട്ടൊക്കെയാണ്. എതിർത്ത മുഴുവൻ പേരെയും ജയിലിനകത്തിട്ടില്ലേ? ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അഭിലാഷ് ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബ്ലോക്കാണ്.
ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ആ ബ്ലോക്ക് ഒന്നിക്കുന്നത്. അത് BJPയുടെ അമിതാധികാര പ്രവണതയ്ക്കെതിരെയാണ്. അത് രാജ്യത്തെ തകർക്കും, രാജ്യത്തിൻ്റെ ഡെമോക്രാറ്റിക് ഫാബ്രിക്കിനെ തകർക്കും. ജനാധിപത്യം നാളെയും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ ബ്ലോക്ക്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിലുണ്ട്. അവർക്ക് വ്യത്യസ്ത പരിപാടികളുണ്ട്, വ്യത്യസ്ത ലക്ഷ്യങ്ങളുണ്ട്, വ്യത്യസ്ത നയങ്ങളുണ്ട്. അതെല്ലാം ഉള്ളപ്പോഴും ഒരു കാര്യത്തിൽ അവർ യോജിക്കുന്നു, അത് രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കണം. ജനാധിപത്യം, ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന ഒരൊറ്റ കൺസേണിലാണ് ഈ വ്യത്യസ്ത നയങ്ങളും അഭിപ്രായങ്ങളുമുള്ള പാർട്ടികളാകെ ഒന്നിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും, ഇനിയും ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കൺസേണിൽ, ഈ ഒരൊറ്റ പോയിന്റിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉറച്ചു വിശ്വസിക്കാൻ കഴിയും ഒരു കാര്യം, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അവരുടെ ഒരു രീതിശാസ്ത്രമനുസരിച്ച് അവർ ചെയ്യാൻ പോകുന്നൊരു കാര്യം, പരമാവധി ഈ ഇന്ത്യ ബ്ലോക്കിനെ വിഭജിക്കാനുള്ള കുതന്ത്രങ്ങൾക്കായിരിക്കും അവർ മേൽനോട്ടം വഹിക്കാൻ നോക്കുക. അത് പഴയതുപോലെ അത്രയൊക്കെ ഫലിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ ഒത്തൊരുമയോടെ, കൂടുതൽ ശക്തമായി, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവരെ ഭൂരിപക്ഷത്തെ തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഈ പ്രതിപക്ഷ കക്ഷികൾക്കാകെ, BJP വിരുദ്ധ സഖ്യനിരയ്ക്കാകെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്, ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കും. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഒരുമിച്ച് പോകുന്നതിനും അത് ഊർജ്ജമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വ്യത്യസ്ത നയങ്ങളുണ്ടാകാം. അപ്പം ഞങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ ഭിന്നതയുണ്ട്, എല്ലാവരോടും ഉണ്ട്, അവർക്ക് ഞങ്ങളോടുണ്ടാകും. ഇതെല്ലാം ഉള്ളപ്പോഴും ഒരൊറ്റ പോയിന്റിൽ ഞങ്ങൾ ഒന്നിക്കുകയാണ്. അത് രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാണെന്ന് തിരിച്ചറിയുന്നു. BJP ഗവൺമെൻറ് അമിതാധികാര പ്രവണതയോടെ മുൻപോട്ട് പോയാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യം കുഴിച്ചുമൂടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രാജ്യം ഒരു മതരാഷ്ട്രമായി മാറിയേക്കും എന്ന ആശങ്ക ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് കാരണം അവരുടെ മുദ്രാവാക്യതാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഒരൊറ്റ സംസ്കാരമാണത്രേ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരമല്ല. വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, അങ്ങനെ വ്യത്യസ്തതകളുടെ തുരുത്താണ് ഇന്ത്യ, നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യ അലയൻസിലേക്ക് വരുന്നത്, ആ ഇന്ത്യ ബ്ലോക്കിലേക്ക് വരുന്നത്. ആ ഇന്ത്യ ബ്ലോക്കിനോട് തന്നെയുള്ള അവരുടെ ഒരു അസഹിഷ്ണുത നോക്കൂ. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയാൻ തന്നെ അവർക്ക് പേടിയാണ്. അവർ പറയുന്നത് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഏത് വകുപ്പിലാണ് ഇന്ത്യ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയാൻ അവർക്ക് പ്രയാസമാണ്. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എന്താ നേരത്തെ പറഞ്ഞ എന്താ തുക്കടാ ഗ്യാങ്, അതല്ലേ അഭിലാഷ് പണ്ടൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായി, എന്നിട്ട് പോയിട്ട് നെഞ്ച് പിരിച്ച് പോയിട്ട് അവസാനം നിതീഷ് കുമാർ വേണ്ടി വന്നു പിടിച്ചു നിർത്താൻ, ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ ചന്ദ്രബാബു നായിഡു വേണ്ടി വന്നു. ഇതല്ലേ അവസ്ഥ? ശരി, ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ പൊള്ളത്തരങ്ങൾ കൂടുതൽ പുറത്തു വരികയാണ്. പക്ഷേ എന്നിട്ടും അതിൽ നിന്ന് അവരുടെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും അവസ്ഥ വിട്ടുമാറാൻ തയ്യാറല്ല. ഡൽഹിയിൽ നോക്കൂ, ഒരു മന്ത്രി ജലവിഭവം ചോദിക്കുന്നത്. ഓക്കെ, ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഇവിടെ ശ്രീ നാരായണ നമ്പൂതിരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ കേട്ടില്ലേ, 56 ഇഞ്ച് ഉണ്ടായിരുന്ന നെഞ്ചളവ് ഇപ്പോൾ ഒരു 32-34 ആയി കുറഞ്ഞു എന്ന്. അപ്പോൾ ആ നിലയ്ക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം കുറഞ്ഞു വരുന്നു. അപ്പുറത്ത് പടയാളികളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് സമവായത്തിന്റെ പാതയായിരിക്കുമോ ഏറ്റുമുട്ടലിന്റെ പാതയായിരിക്കുമോ? അഭിലാഷേ, റഹീം വളരെ ഭംഗിയായി കേരളത്തിൽ ഒരു അടിയന്തര പ്രമേയവും ഇല്ല, നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെ റഹീം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഈ മാത്യു കുളനാടനാം മുഖ്യമന്ത്രിയുടെ മകൾ എന്തോ അനാഥ മന്ദിരങ്ങളിൽ നിന്നൊക്കെ പണം പറ്റിയെന്നൊരു ആരോപണം. ഞാൻ അങ്ങ് പറഞ്ഞ തെറ്റാണ്, ഞാനൊന്ന് ഇടപെടട്ടെ. വിഷ്ണുനാഥും റോജി എം ജോണും എല്ലാം ഉന്നയിച്ച എത്രയോ അടിയന്തര പ്രമേയങ്ങൾക്കാണ് കരിമിക്ക അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇത് അടിയന്തര പ്രമേയമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ഇത്തവണ മാത്യു കുളനാടൻ ഉന്നയിച്ച അടിയന്തര പ്രമേയമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മാത്യു കുളനാടനും വിഷ്ണുനാഥും റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിച്ച എത്രയോ അടിയന്തര പ്രമേയങ്ങൾക്കാണ് അനുമതി നിഷേധിച്ചതും പ്രതിപക്ഷം വാക്കൗട്ട് നടത്തിയതും. നമ്മുടെ കോഴിക്കോട്ട് കരിമിക്കായെ തോൽപ്പിച്ച് ജയിച്ച നമ്മുടെ രാഘവേട്ടൻ ഉണ്ടല്ലോ, രാഘവേട്ടൻ പറയുമല്ലോ കോൺഗ്രസ്സുകാർ എത്ര വട്ടം കേരളത്തിൽ ബോയ്ക്കോട്ട് ചെയ്തു എന്ന്. അത് രാഘവേട്ടൻ പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്താണെങ്കിലും റഹീം, ഈ സംസ്കാരം എന്ന് പറയുന്നത് ഇത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല. അതൊരു പ്രദേശത്തിൻ്റെ ജനതയുടെ ഒരു ജീവിത രീതിയും ജീവിത സ്വഭാവവും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു സംവിധാനമാണ്. അത് ഇന്ത്യയുടെ മണ്ണിലുള്ള എല്ലാവരുടെയും, കാരണം ഇന്ത്യ തന്നെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതവിശ്വാസികളെയും ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ഇന്ത്യക്കുണ്ട്.
ആ കൾച്ചറാണ് ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് വന്ന, നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം ഒരേപോലെ സ്വീകരിച്ച് അവർ ഉൾക്കൊണ്ട് പരസ്പരം അവരുടെ കൾച്ചറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ മറ്റു രാജ്യങ്ങളിൽ താലികെട്ടില്ല. ഇവിടെ ഹിന്ദു കൾച്ചർ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിംഗിളിംഗ് ആണ്. അതുകൊണ്ട് ആ കൾച്ചറിനെ കുറിച്ച് റഹീമിനും എനിക്കും രണ്ട് അഭിപ്രായമാണുള്ളത്. നിങ്ങൾ പറയുന്നത് വ്യത്യസ്ത സംസ്കാരമാണ്, ഒരു സംസ്കാരമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഡൽഹിയിലെ മുഖ്യമന്ത്രി, ഡൽഹി ഇന്ന് സുപ്രീം കോടതി, ശരി ശരി ഞങ്ങൾ മുസ്ലിം വിരുദ്ധത പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ മുസ്ലിം വിരുദ്ധത പറഞ്ഞില്ലല്ലോ. ഞാൻ ചർച്ചക്കുള്ള സമയം 8:28 സമയം. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് 2 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. വളരെ 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 നന്ദി ശ്രീ എം കെ രാഘവൻ, ശ്രീ എ റഹീം, ശ്രീ നാരായണ നമ്പൂതിരി, 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.